വിജയന്റെ കൊലപാതകം അറിഞ്ഞ ഞെട്ടലിൽ ഇടുക്കി കട്ടപ്പന സാഗര ജംഗ്ഷനിലെ മുൻ അയൽവാസികൾ. സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിച്ചിരുന്ന നെല്ലിപ്പള്ളിൽ കുടുംബത്തിന്റെ ദുരവസ്ഥയിൽ പകച്ചിരിക്കുകയാണ് നാട്ടുകാർ. കട്ടപ്പനയിലെ ചുമട്ടുതൊഴിലാളിയായിരുന്ന സാഗര ജംഗ്ഷൻ നെല്ലിപ്പള്ളിയിൽ ഗോവിന്ദന്റെ 3 മക്കളിൽ ഏകമകനാണ് വിജയൻ. ഭാര്യ സുമയും 2 മക്കളുമായി പശുവളർത്തലും മറ്റുമായി ജീവിച്ചു വന്നിരുന്നു. അത്യാവശ്യം സാമ്പത്തികവും ചുറ്റുപാടുമുള്ള കുടുംബത്തെപ്പറ്റി ഇവിടുത്തെ നാട്ടുകാർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. പിതാവിന്റെ മരണശേഷം പുരിയിടം ഘട്ടം ഘട്ടമായി പലപ്പോഴും വിറ്റ വിജയൻ 2016 കാലഘട്ടത്തിലാണ് വീടുൾപ്പെടെ ഇവിടെ നിന്നും വിറ്റുപോകുന്നത്. ക്ഷീരകർഷകനായ വിജയനും കട്ടപ്പനയിൽ അപ്പമുണ്ടാക്കി വിൽക്കുന്ന കടയിൽ ജോലിക്ക് പോകുന്ന സുമയും മക്കളായ വിഷ്ണുവും വിദ്യയും അടങ്ങുന്നതായിരുന്നു കുടുംബം. അക്കാലത്ത് വാർഡ് കൗൺസിലറായിരുന്ന ജോയി ആനത്തോട്ടത്തിനും ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. വിജയനുമായിട്ട് ഞാനിവിടെ ആദ്യം കൗൺസിലറായിട്ട് വന്ന വിജയനെ വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂട്ടത്തിൽ സഹകരിച്ചതാണ് വിജയൻ. അതുകൊണ്ട് തന്നെ വിജയന് ഒരുമാതിരിപ്പെട്ട ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയിലെ ഒരു കമ്മിറ്റി അംഗമായിട്ടിരുന്നുകൊണ്ട് വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അറിയുന്ന വിജയൻ നല്ലൊരു ക്ഷീര കർഷകനായിരുന്നു, നല്ലൊരു സമുദായ പ്രവർത്തകനായിരുന്നു. അങ്ങനെ ഒരു ഉൾവലിഞ്ഞ ജീവിതമായിട്ട് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. കൈക്കിവറയിലുള്ള മകൾക്ക് ചികിത്സയ്ക്കൊപ്പം പ്രാർത്ഥനയും വേണമെന്ന് സുമയെ തെറ്റിദ്ധരിപ്പിച്ച് കേസിലെ പ്രതിയായ നിതീഷ് ഇവിടെ കയറിക്കൂടിയതോടെയാണ് ഈ കുടുംബം നാട്ടുകാരുമായി സഹകരിക്കാതായത്. വിജയനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഈ നാട്ടുകാർ പറയുന്നു. പാവം ചെറുക്കന, എല്ലാവർക്കും നല്ല മര്യാദയുള്ള ചെറുക്കനാണ് വിജയൻ. നേരെ കാര്യം കണ്ടാൽ അങ്ങനെ ചിരിച്ചു കാണിക്കും. വേറെ വിഷയം ഞാൻ പണി കഴിഞ്ഞ് പിന്നെ അവിടെ താഴേന്ന് പണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എൻ്റെ മൂത്ത മോൻ്റെ കുമാറിൻ്റെ ഭാര്യ പറഞ്ഞു, അമ്മ അവിടെ വിജയനെ തല്ലിക്കൊണ്ട് കുഴിച്ചിട്ടെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് പിന്നെ സഹിക്കണില്ല, ഞാൻ നിന്ന് വറച്ചു പോയി. ആ കൊച്ചിന് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. അന്ധവിശ്വാസം കൂടുതലായതുകൊണ്ടാണ് ഇത്തരത്തിൽ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് അയൽവാസികൾ പറയുന്നു. ഈ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിലാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി മറവു ചെയ്തതെന്ന വിവരം അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. കാരണം പെൺകുട്ടി ഗർഭിണിയായതും കുഞ്ഞു ജനിച്ചതുമൊന്നും ഇവരിൽ കൂടുതൽ പേർക്കും ഇതുവരെ അറിയില്ലായിരുന്നു. കുഞ്ഞു ജനിച്ച വിവരം ചിലരൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും ഇവർ വീട് വിട്ട് സ്ഥലം വിട്ടിരുന്നു. ഈ വീട്ടിലിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരും കൊലപാതകമറിഞ്ഞ് ഇവിടെ നിന്നും മാറി താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.